ഷെർലു എന്ന വിളിപ്പേര് അന്ന് അത്ര സുഖിച്ചില്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഷെർലക് എന്ന് വെച്ചാൽ ഞാൻ ആടി മതി മറന്നേനെ. ആ അത്ര ഒബ്സഷൻ ആണല്ലോ. ഓ പക്ഷേ പിന്നെ ഷെർലു എന്നാണ് വിളിച്ചത്. ചെർലു ആക്കി കളഞ്ഞു. ഓ, ഷെർലു ആണ്. ആ, ഷെർലു പക്ഷേ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്നൊക്കെ തോന്നി വരണം. നല്ലത് ഷെർലു. കാസർഗോഡല്ലേ, എല്ലാത്തിനും ഒന്നിന് വേറൊരു ഇത് ഷോർട്ട് കട്ടില്ല എന്ന് അവർ പറയാൻ നോക്കി. ആ, അവൻ ഷെർലു 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 എന്നൊക്കെ ആവുന്നുണ്ടായിരുന്നു. ആ. അപ്പൊ പിന്നെ ഒരു രസം ഉണ്ടായിട്ട് പിന്നെ ഞാൻ മൈൻഡ് ചെയ്താകുമ്പോൾ അവർ വിളി നിർത്തി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷനിലൊക്കെ ചില ഇൻകോപ്പറേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ അവരെ സഹായിക്കുമ്പോഴൊക്കെ നമ്മളവിടെ ചെന്നിറങ്ങുന്ന അത് കഴിഞ്ഞിട്ട് അവരെ സഹായിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ചില അവസരങ്ങൾ നമുക്ക് തോന്നിയ ഒരു പ്രൗഡില്ലേ, അപ്പൊ ശരിക്കും ഒരു സെൽഫ് ഹോംസ് ആയിട്ട് തോന്നിയോ മനസ്സിനകത്ത്? പിന്നെ ഞാൻ പോയി ഇറങ്ങുമ്പോൾ എല്ലാവരും നമുക്ക് അറിയാലോ. അപ്പൊ ഞാൻ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ അല്ല ശരിക്കും തമാശ. തമാശല്ല അത് ചെയ്യും അങ്ങനെയല്ലേ. തിരിച്ചു വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് വെച്ചാല് എനിക്കത് എപ്പോഴും ഒരു പേടിച്ചിട്ടാണ് ഞാൻ ചെയ്തിനി. പേടിച്ചിട്ട് തന്നെ വേറെ ഒന്നും കൊണ്ടല്ല, ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഫസ്റ്റ് എനിക്കത് ഉറപ്പ് വരുത്തണം. ഈ മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് ഇല്ലത് കൊണ്ടല്ല അവരെന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം.